നമുക്ക് ഒന്നിൽ തോന്നിയിരിക്കുന്നത് ഇവിടുത്തെ ഭഗവാൻ ഇരിക്കുന്നത് മഹാവിഷ്ണുവും ശിവനെയും പോലെ നമുക്ക് ഫീൽ ചെയ്തു. ഇപ്പുറത്ത് ആരാന്ന് എന്താണെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. അത് അവരോട് ചോദിച്ച് മനസ്സിലാക്കാം. നമുക്ക് ഉരുളി കമത്തുന്ന സ്ഥലമായത് കേട്ടോ. സന്താന സൗഭാഗ്യത്തിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യുക. ക്ഷേത്രത്തിൽ ഭഗവാനെ കാണിച്ചു തരാൻ പറ്റില്ല, പക്ഷെ നിങ്ങൾക്ക് ഉരുളി കാണിച്ചു തരാം കേട്ടോ. ഇതിനുള്ളിൽ ഇത് ക്ഷേത്രത്തിൻ്റെ അധികാരിയിൽ നിന്ന് പെർമിഷൻ വാങ്ങിയിട്ടാണ്. അത് അത്രയും ഉരുളി ഇവിടെ ഉരുളി ഗ്രാമത്തിലെ അയലത്തിലാണ് അല്ലേ? അയലത്തല്ലേ? എല്ലാ ചൊവ്വയും വെള്ളിയും ഞായർ ദിവസങ്ങളിൽ ഇവിടെ സന്താന സൗഭാഗ്യത്തിന് വേണ്ടി ഉരുളി കമത്തുന്ന ഒരു ഇതുണ്ട്, ചടങ്ങുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഉരുളിയാണ് നിങ്ങൾ ശ്രീകോവിൻ്റെ ഉള്ളിൽ കാണുന്നത് കേട്ടോ. ശ്രീകോവിൻ്റെ ഉള്ളിലാണ് അതുള്ളത്. കണ്ടോ, അത്രക്കാരും ഉരുളിയില്ല കണ്ടോ. ഇത് കണ്ടല്ലേ, ഉരുളി കമത്തലിന് ഉപയോഗിക്കുന്ന കേട്ടോ. ഭഗവാന്റെ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലാണ് ഞാൻ കാണിച്ചു തന്നത്. മറ്റുള്ള വിധത്തിൽ ശ്രീകോവിലിൻ്റെ ഉള്ളിൽ പ്രതിഷ്ഠ നേരിട്ട് കാണിച്ചു തരാൻ കഴിയില്ല കേട്ടോ. പണ്ട് കാലത്ത് കമത്തിയ ഉരുളിയാണ് ഇവിടെ. അപ്പോൾ നിങ്ങൾ ആലോചിച്ചോട്ടെ, ആ ഉരുളിൻ്റെ പഴക്കം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര കാലം പഴക്കമുണ്ടെന്ന്. കണ്ട, അത്രയും കാലപ്പഴക്കമുള്ള ഉരുളിയാണ് ഉണ്ടാകുന്നത്. ബാബുവിനോട് ചോദിക്കണം, ഇത് കണ്ട ഉരുളി ഉണ്ടെങ്കിൽ അത്രയും കാലപ്പഴക്കമുള്ളിയാണ്. നിങ്ങളെ നമ്പർ ഒന്ന് ജനങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളെ നമ്പർ ഒന്ന് പറഞ്ഞു ഞാൻ തരാം. ആളാണല്ലേ നിർമ്മിച്ചല്ലേ? തലശ്ശേരി അല്ലേ? ഇത് പിന്നെ കാളസർപ്പത്തിൻ്റെ ദോഷമുള്ളവർക്ക് ജാതകത്തിൽ കാളസർപ്പത്തിൻ്റെ ദോഷമുള്ളവർക്ക് ചെയ്യുന്നൊരു പൂജയാണ് കേട്ടോ. അത് നീങ്ങിപ്പോകാൻ വേണ്ടി ചെയ്യുന്നതാണ്. നമ്പൂതിരി ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ ആദ്യത്തെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ചൂണ്ടക്കുന്ന് മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ കണ്ടിട്ടില്ലേ? അദ്ദേഹം തന്നെയാണ് ഇത്. അദ്ദേഹം എത്ര ക്ഷേത്രങ്ങൾ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. ആ ക്ഷേത്രങ്ങൾ നമുക്ക് പോയി കാണാൻ അദ്ദേഹം തന്നെ വഴി ഒരുക്കി തരും. ഞാൻ പറഞ്ഞില്ലേ, നല്ല മനുഷ്യന്മാർ നമ്മളെ മുന്നിലെത്തിപ്പെടലാണ് ഭഗവാൻ അനുഗ്രഹത്താൽ. അദ്ദേഹമാണ് പിന്നീട് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. എന്ന് വെച്ചാൽ അദ്ദേഹം അത്രയും ആത്മാർത്ഥമായി ചെയ്യുന്ന ആളാണ് അദ്ദേഹം. അദ്ദേഹത്തോട് വേറെ നമ്മൾ ഒന്നും പറഞ്ഞ അദ്ദേഹത്തിന് എല്ലാം അറിയാം. അദ്ദേഹം മറിമുട്ടലിനും കാര്യങ്ങളൊക്കെ നമ്മളവിടെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. ബാക്കിലുണ്ടോ? വൃത്തം കെട്ട സാധനമാണ്. മെല്ലെ വന്നിട്ട് ഇതുണ്ടോ? ഞാൻ പറഞ്ഞില്ല, എങ്കിലും കൊണ്ട് പോകേണ്ടവരുടെയാ.
കുരങ്ങനൊക്കെ ഉണ്ടോ? കുരങ്ങന്മാർ തല വരുന്നുണ്ടോ? എന്തോ ചിന്തിച്ചിട്ട് തല വരുന്നേ. നിങ്ങൾ താഴ്ത്തു വാ, നിങ്ങൾ വാ. चतुर्मूर्तिविच्छाय शम्भवी अवाह्यामि अस्त्राय फल्लुमावं सर्पराजावाय महादेवाय धीमहि तन्नो वासुकी प्रचोदयात्। सर्वेभ्यो नमः सर्वाक्षरेभ्यो नमः। विभ्रद्भोर्वीकुहारं वरदमभेवरो सुप्रसन्नोदेश हृदयाय सरस्वी स्वाहा ॐ शिखाय പറഞ്ഞ പാറ്റേണിൽ ചെയ്തു ഒരു കൂടെ ചെയ്യാം. രാമൻ എവിടെ സ്ഥലം? കുറ്റോട് തന്നെ, കുറ്റോട് വീട് വീട് പാട്ടമല്ല ഈ പ്രദേശത്ത്. പിന്നെ എത്ര വർഷം? കുറേ വർഷമായി. കുറേ വർഷം. ഏതായാലും അമ്മേൻ്റെ അനുഗ്രഹം നല്ലോണം ലഭിച്ചു അല്ലേ? ശരി, നമസ്തേ. വരയാൽ യോഗിനി ഈശ്വരിയാണ്. അപ്പോൾ നമുക്ക് ഭഗവതിൻ്റെ ക്ഷേത്രത്തിലെ ഫോൺ നമ്പറാണ് ഈ കാണുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇതിൽ ബന്ധപ്പെടാൻ പറ്റും.
ഈ സമയത്ത് ഇവിടെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ വയനാട്ടിൽ പോകുന്നുണ്ടായിരുന്നു. ഞാൻ ഇവിടെ പാസ് ചെയ്ത് കഴിഞ്ഞ ശേഷമാണ് നമുക്ക് ഇവിടുത്തെ ഉത്സവത്തിനെ പറ്റിയിട്ട് അറിയാൻ സാധിച്ചത്. ഇതിനു മുമ്പത്തെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ വെച്ചാൽ എനിക്ക് വരാൻ പറ്റില്ല, മറ്റൊന്ന് ഏറ്റുപോയതുകൊണ്ട് അവിടെ പോയി. നാനാദേശത്തും വളരെ ദൂരത്തു നിന്നുള്ള ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. മൂവാറ്റുപുഴയിൽ നിന്ന് വരെ ആൾക്കാർ, എറണാകുളം, അങ്ങനെ ലോങ് എന്നല്ല ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നത്. അത്ര പവർഫുള്ളാണ് അമ്മ. ഈ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികൾ ഏറ്റവും കൂടുതൽ ആഗ്രഹം പറഞ്ഞ ചങ്ങുണ്ട്, ഒരു തറ കെട്ടിയ പോലത്തെ സ്ഥലം. അവിടെ ഒരു 3 നില കെട്ടിടം ഉണ്ടാക്കുക എന്നുള്ളതാണ്. എന്നുവെച്ചാൽ അന്നദാനശാല. ഇതിപ്പം ചെറിയൊരു ഊട്ടുപോലെയാണ് ഇവിടെയുള്ളത്. അപ്പോൾ അത് ഇപ്പോൾ കുറച്ച് വലുപ്പത്തിൽ ഇവിടെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേണ്ടിയിട്ടുള്ള ഒരു അന്നദാനശാലയും ഒരു ഓഡിറ്റോറിയം പോലെയുള്ള ആക്കി എടുത്തിട്ട് കഴിഞ്ഞാൽ ഈ ദേശത്തുള്ള ജനങ്ങൾക്കും അത് ഗുണം ചെയ്യും. അങ്ങനത്തെ ഒരു സംഭവമാണ് അവർ ഉദ്ദേശിക്കുന്നത്. അങ്ങ് മലമുകളിൽ നിന്ന് ഇവിടെ വെള്ളം വരുന്നത് കേട്ടോ, അരുവിയിൽ നിന്ന് വരുന്ന വെള്ളം, പൈപ്പ് ഉണ്ടെങ്കിൽ കാണുന്നുണ്ടോ എനിക്കറിയില്ല. നല്ല നമസ്കാരം. ഇത് വായുകോണോ അഗ്നികോണോ, അത് കിഴക്കോട്ടാണോ മൂന്നൊക്കെ ഇരിക്കുന്നതൊക്കെ ചോദിച്ച് മനസ്സിലാക്കണം. ക്ഷേത്രത്തിൻ്റെ കിണർ എവിടെയാണ് കേട്ടോ. ഇത്രയും വലിയ കുന്നിൻ്റെ മുകളിൽ ഇവിടെ ഒരു കിണറുണ്ട്. ക്ഷേത്രത്തിൻ്റെ ആഴമുണ്ട്, പക്ഷെ എന്നാലും ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുക കേട്ടോ. ധാരാളം ബലഭദ്ര അല്ലേ. ക്ഷേത്രത്തിൻ്റെ തിടപ്പള്ളിയാണ്. ക്ഷേത്രത്തിൻ്റെ തിടപ്പള്ളിയാണ്.